ഇടുക്കി ജില്ലാ കളക്ടറും ഡെപ്യൂട്ടി കളക്ടറും കോടതിയെ ലക്ഷ്യം നടത്തിയെന്ന് അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച് പണിത കെട്ടിടത്തിന് NOC ആവശ്യമില്ലെന്ന് കളക്ടർ കത്ത് നൽകി. കെട്ടിടം നിൽക്കുന്ന ഭൂമിയുടെ പട്ടയം റദ്ദാക്കിയിരുന്നു എന്നതും കത്തിൽ മറച്ചുവെച്ച് ഇവരുമായി രേഷ്മ ബാബു ചിരികാട്. രേഷ്മ, ഗുരുതരമായ ഒരു കണ്ടെത്തൽ തന്നെയാണ് അമിക്കസ് ക്യൂറിയുടെ ഭാഗത്തിലുമുണ്ടായത്. ഇടുക്കി ജില്ലാ കളക്ടറുടേതൊപ്പം ഡെപ്യൂട്ടി കളക്ടറും കോടതിയെ ലക്ഷ്യം നടത്തിയെന്ന റിപ്പോർട്ട്. മറ്റ് വിശദാംശങ്ങൾ കൂടി. സുരേഷ്, മൂന്നാർ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് നിരവധി ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. അതിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഈ സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച് പണിത കെട്ടിടത്തിന് NOC ആവശ്യമില്ലെന്നുള്ള കളക്ടറുടെ കത്ത് ചൂണ്ടിക്കാട്ടിയുള്ള ഒരു ഹർജി വന്നത്. ആ ഉപഹർജിയിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ചില വിശദീകരണങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ അമിക്കസ് ക്യൂറി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അതിൽ ഇടുക്കി ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി കളക്ടറും കോടതി അലക്ഷ്യം നടത്തിയെന്നുള്ള ഒരു നിലപാടാണ് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച് പണിത കെട്ടിടത്തിന് NOC ആവശ്യമില്ലെന്നുള്ള ഒരു കത്ത് കളക്ടർ നൽകിയിരുന്നു. മാത്രവുമല്ല, ഈ കെട്ടിടം നിൽക്കുന്ന ഭൂമിയുടെ പട്ടയം അത് നേരത്തെ തന്നെ റദ്ദാക്കിയിരുന്നു. ആ ഒരു കാര്യം കത്തിൽ മറച്ചുവെച്ചു. കൂടാതെ NOC ഇല്ലാതെ കെട്ടിടം പണിയരുതെന്ന കോടതി വിധി അത് നടപ്പാക്കുവാൻ ഏകദേശം 6 വർഷത്തോളം വൈകലുണ്ടായി. ഇത്തരത്തിലുള്ള ഒരു കോടതി ലക്ഷ്യ നടപടിയാണ് ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്നും ഡെപ്യൂട്ടി കളക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നാണ് അമിക്കസ് ക്യൂറി നിലവിൽ ഹൈക്കോടതി മുൻപാകെ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. 2010 കോടതി വിധി 2016 സബ് കളക്ടർ നടപ്പാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2016 മുതൽ മാത്രമാണ് ഈ കോടതി വിധി ബാധകമാവുക എന്നുള്ള ഒരു നിലപാട് കളക്ടർ സ്വീകരിച്ചു. ഇത് കോടതി ലക്ഷ്യമാണ് എന്നുള്ള കാര്യവും അമിക്കസ് ക്യൂറി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും ഇടുക്കി ജില്ലാ കളക്ടർക്കെതിരെയും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി കളക്ടർക്കെതിരെയും കോടതി വിധി നടപ്പാക്കാത്ത സാഹചര്യത്തിൽ അവർക്കെതിരെ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും അടുത്ത ആഴ്ച, അതായത് ഈ വിഷയത്തിൽ നിലവിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ കളക്ടർ വിശദീകരണം കൊടുക്കണമെന്നുകൂടി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കളക്ടറുടെ വിശദീകരണം കൂടി കേട്ട ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ തുടർ നടപടികൾ ഉണ്ടാകുക. നേരത്തെ സംസ്ഥാന സർക്കാർ ചില വിശദാംശങ്ങൾ ഹൈക്കോടതി മുൻപാകെ നൽകിയിരുന്നു. അതായത് നേരത്തെ ഒരു ചില സാങ്കേതിക പിഴവുകൾ കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അത് പക്ഷെ തിരുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പിന്നീട് ഇറക്കിയതായിട്ടായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ളത്. എന്തായാലും അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് അടക്കം കൂടുതൽ പരിശോധിച്ചുകൊണ്ടായിരിക്കും തുടർ നടപടികളിലേക്ക് ഹൈക്കോടതി കടക്കുക. അതിനു മുൻപാണ് ഈ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിന്മേൽ 2 ആഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണമെന്ന് ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി, കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.